Dear students, welcome to our channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിലെ 3rd ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെൻറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഓൾറെഡി ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ ഡൈമെൻഷൻസ് മനസ്സിലാക്കി. 5 എൻവയോൺമെൻറ്റ് ചേർന്നതാണ് ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പഠിച്ചു. അതിൽ എക്കണോമിക് എൻവയോൺമെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ചാപ്റ്ററിൻ്റെ ബാലൻസിൽ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്റർ ആദ്യം മനസ്സിലാക്കുക. ആദ്യം ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് മനസ്സിലാക്കി തന്നു. രണ്ടാമത്തത് അതിൻ്റെ ഡൈമെൻഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. തേർഡ് വൺ അതിലൊരു പെർട്ടിക്കുലർ ഒരേ ഒരു ഫാക്ടർ മാത്രം എടുത്തിട്ട് അതിൽ എക്കണോമിക്കൽ എൻവയോൺമെൻറ്റ് മാത്രം എടുത്തിട്ട് ഇന്ത്യയുടെ എക്കണോമിക്കൽ എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോളേജാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് തരുന്നത്. മനസ്സിലായ? അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് വരിക, എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ളത് വരും, അതിൻ്റെ ഡൈമെൻഷൻസ് വരും, അതിന് ശേഷം വരുന്നത് എക്കണോമിക്കൽ എൻവയോൺമെൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ സാമ്പത്തിക പരിതസ്ഥിതിയിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി, എങ്ങനെയായിരുന്നു, അതിലെന്തെല്ലാം മാറ്റങ്ങളുണ്ടായി, റീസെൻ്റായിട്ട് എന്തെല്ലാം ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി എന്നുള്ളതൊക്കെ ഡീമോണിറ്റൈസേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി നമ്മളത് എന്താണെന്ന് ചർച്ച ചെയ്യാം. ഓർത്തു വയ്ക്കുക, ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു മന്ത്രം എന്ന് പറയുന്നത് LPG എന്നാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്ന ഈ LPG നിങ്ങളുടെ മനസ്സിൽ വരണം. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയിലൂടെയാണ്. വലിയൊരു മാറ്റമാണ് ഇന്ത്യൻ സാമ്പത്തിക പരിതസ്ഥിതിയിൽ ഉണ്ടായത് ഈ ഒരു പോളിസിയിലൂടെ. അതേപോലെ ഇന്ത്യൻ എക്കണോമിക്കൽ എൻവയോൺമെൻറ്റിൽ വേരിയസ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നും കൂടി നമ്മൾ വളരെ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തു പോകും ഈ വീഡിയോയിൽ. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ചാപ്റ്റർ ഇത് ഡിസ്കസ് ചെയ്തതോട് ഈ ചാപ്റ്റർ ഫിനിഷ് ആവും. ഓക്കെ, എക്കണോമിക് എൻവയോൺമെൻറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സാമ്പത്തിക പരിതസ്ഥിതി. നമുക്ക് ചെറിയൊരു ധാരണ ഉണ്ടാക്കി വെക്കാം ഇന്ത്യയുടെ സാമ്പത്തിക പരിതസ്ഥിതിയെക്കുറിച്ച്. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഒരു മിക്സഡ് എക്കണോമിയാണ്. സ്വകാര്യ മേഖലയും പൊതുമേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു മിക്സഡ് എക്കണോമിയാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. സർക്കാർ സാമ്പത്തിക മേഖലകളിൽ നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. 5 ഇയർ പ്ലാനിങ്ങും ആനുവൽ ബഡ്ജറ്റിലൂടെയൊക്കെ നല്ല ഇടപെടലുകളാണ് സർക്കാർ സാമ്പത്തിക മേഖലയിൽ നടത്തുന്നത്. അതുപോലെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ സൂചികകളായ നാഷണൽ ഇൻകം, അതേപോലെ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് GNP, പെർ ക്യാപിറ്റൽ ഇൻകം, സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ്, വാല്യൂ ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന സൂചികകളിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഒരുപാട് മേഖലകൾ സാമ്പത്തിക ഫിനാൻഷ്യൽ എൻവയോൺമെൻറ്റിലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഇൻ അവർ കൺട്രി, ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക്കൽ എൻവയോൺമെൻറ്റിൽ പെടുന്ന ഘടകങ്ങളാണ്. അവർ കൺട്രി ഈസ് എ ഡെവലപ്പിംഗ് നേഷൻ. നിയർ ഫ്യൂച്ചറിൽ അതൊരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറും. ലോകത്തിൽ തന്നെ സാമ്പത്തിക മേഖലയിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന ബേസിക് ആയിട്ടുള്ള കാര്യം ഇന്ത്യൻ എക്കണോമിക് എൻവയോൺമെൻറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി വെക്കാം. നമ്മൾ ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്നും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഇന്ത്യ ഈസ് ആൻ അഗ്രികൾച്ചറൽ നേഷനാണ്, അഗ്രേറിയൻ നേഷനാണ്. ജനങ്ങളുടെ നല്ല ഒരു ഭൂരിപക്ഷം ജനങ്ങളും വരുമാന മാർഗം ഉണ്ടാക്കുന്നത് കാർഷിക മേഖലയിലൂടെയാണ്. അതേപോലെ ഇന്ത്യയുടെ ബഹുഭൂരിപക്ഷം ജനങ്ങളും താമസിക്കുന്നത് ഗ്രാമത്തിലായിരുന്നു.
വ്യാവസായികവും ഡെവലപ്മെൻറ്റ്സ് എല്ലാം ചില മേഖലകളിൽ മാത്രം കേന്ദ്രീകരിച്ച് ചില പട്ടണങ്ങൾ മാത്രം വികസിക്കുകയും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങൾ വികസിക്കാതെ മുരടിച്ചു കിടക്കുന്ന അവസ്ഥയെല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. ഒരുപാട് പകർച്ചവ്യാധികളും മരണനിരക്കെല്ലാം വളരെ ഉയർന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം. വളരെ പുവറായ ഹെൽത്ത് സിസ്റ്റമായിരുന്നു. ഇങ്ങനത്തെ ഒരു രാജ്യത്തെ ഈ നിലയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ കാലങ്ങളായിട്ട് ഭരിച്ച നമ്മുടെ ഇന്ത്യയുടെ ഗവൺമെൻറ് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു. ഒരുപാട് എക്കണോമിക്കൽ റിഫോംസ് എല്ലാം വന്നു. അതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റിൽ പഠിക്കും. ഓക്കെ, നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കണം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. ക്ലിയർ? ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് ശേഷം സർക്കാർ ഊന്നൽ കൊടുത്തത് സാമ്പത്തിക സ്ഥിതി ജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതിനൊക്കെയായിരുന്നു ഒരുപാട് പ്രാധാന്യം കൊടുത്തത്. അതേപോലെ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വളർത്തിയെടുക്കാൻ പ്രാധാന്യം കൊടുത്തു. ഇന്നിക്വാലിറ്റീസ് ഇൻ ഇൻകം ആൻഡ് വെൽത്ത്, പൈസയുള്ളവൻ മാത്രം വളരുകയും പൈസ ഇല്ലാത്തവൻ ദരിദ്രനായി തന്നെ പോകുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്താൻ സർക്കാർ ഊന്നൽ നൽകിയിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം. ഒരു സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് എക്കണോമിയാണ് ട്രൈ ചെയ്തത്. ചൂഷണം ഇല്ലാതാക്കാനും മനുഷ്യനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് തടയാനും ഒക്കെയാണ് സർക്കാർ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു എക്കണോമിക് പ്ലാൻസ് ആയിരുന്നു ഇൻഡിപെൻഡൻസിന് ശേഷം രാജ്യത്തിൽ നടപ്പിലാക്കിയത്. അതുകൊണ്ട് പബ്ലിക് സെക്ടറിനായിരുന്നു ഇൻഡിപെൻഡൻസിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. വലിയ ഹെവി ഇൻഡസ്ട്രീസ് എല്ലാം പബ്ലിക് സെക്ടറിൽ നിലനിർത്തി സർക്കാർ. അവർക്കാണ് ലീഡർഷിപ്പ് റോൾ കൊടുത്തത്. ലീഡിംഗ് റോൾ ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് ആർ ഗിവൻ ടു ദി പബ്ലിക് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിന് കൺസ്യൂമർ ഗൂഡ്സ് മേഖലയിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള അനുവാദവും കൊടുത്തു. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് കൺട്രോളും റെഗുലേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു സ്വകാര്യ മേഖലകൾക്ക്. ഒരു ബിസിനസ് സ്ഥാപനം കുത്തകകളെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സർക്കാർ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള റൂൾസും റെഗുലേഷൻസാണ് ഫോളോ ചെയ്തത്. കാലങ്ങൾ കഴിഞ്ഞു. 1947 ഇൻഡിപെൻഡൻസ് കിട്ടി. ഒരു 30-40 കൊല്ലം കഴിയുന്ന സമയത്ത് ഇന്ത്യ വളരെ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചു. അപ്പോൾ ഇന്ത്യയുടെ പുരോഗമനത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ നിർബന്ധിതമായി. ലോകം മാറി, സമ്പദ് വ്യവസ്ഥയും സമ്പദ്ഘടനകളും ചേഞ്ചായി. അപ്പോൾ ഇന്ത്യക്ക് വളരേണ്ട ആവശ്യമുണ്ട്. ആ വളർച്ചയെ തടഞ്ഞു നിർത്തിയ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസും ചില റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്തു മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടായി. രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യം പിടിപെടുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ സർക്കാർ വീണ്ടും എക്കണോമിക്കൽ റിഫോംസ് കൊണ്ടുവന്നു. വലിയ റിഫോമായിരുന്നു. ഇന്ത്യ കണ്ടതിലെ ഏറ്റവും വലിയ സാമ്പത്തികമായിട്ടുള്ള റിഫോംസ് ഉണ്ടായത് 1991 അറിയപ്പെടുന്നത് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991. സോ വലിയ ഒരു എക്കണോമിക്കൽ റിഫോമായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, ഉദാരവൽക്കരണം. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. ആ റെസ്ട്രിക്ഷൻസ് എല്ലാം എടുത്തു കളഞ്ഞ് പ്രൈവറ്റ് മേഖലകൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികൾക്കുള്ള ആ റെസ്ട്രിക്ഷൻസ് എല്ലാം ഈസിയാക്കി. ഓക്കെ, ലിബറലൈസ് ചെയ്തു. അതേപോലെ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നു. സർക്കാർ ഒരുപാട് മേഖലകൾ സർക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സർക്കാർ സ്ഥാപനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സർക്കാർ സ്ഥാപനങ്ങളുടെ ഷെയറുകളും ഓണർഷിപ്സ് എല്ലാം അവരെന്ത് ചെയ്തു? പ്രൈവറ്റ് മേഖലയിലേക്ക് വിൽക്കാനും പ്രൈവറ്റ് മേഖലയിലേക്ക് വളർന്നു വരാനുള്ള അവസരവും സൃഷ്ടിച്ചു. അതേപോലെ ഗ്ലോബലൈസ് ചെയ്തു. ഇന്ത്യൻ എക്കണോമി എന്താക്കി? ഗ്ലോബലൈസ് ചെയ്തു. ഗ്ലോബലൈസേഷൻ പറഞ്ഞാൽ എന്താണ്? അലൗവിങ് ഓപ്പണിങ് അവർ കൺട്രീസ് ടു ദി വേൾഡ്.
നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായിട്ട് ലയിപ്പിച്ചു. നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ വാതിലുകളെല്ലാം തുറന്നു കൊടുത്തു. ദാറ്റ് മീൻസ് ഇന്ത്യയിൽ ആർക്ക് വേണമെങ്കിൽ വന്ന് നിക്ഷേപിക്കാം. ഇന്ത്യൻ കമ്പനികൾക്ക് ഏത് രാജ്യങ്ങളിൽ വേണമെങ്കിലും പോയി ബിസിനസ് ചെയ്യാം, നിക്ഷേപങ്ങൾ നടത്താം. സോ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ലേബർ, ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി എല്ലാം ഓപ്പൺ ചെയ്തു കൊടുത്തു. സോ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി അറിയപ്പെടുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്നുള്ള പ്രത്യേകത കൊണ്ടാണ്. അതിലൂടെ വൻ മാറ്റവും വൻ കുതിച്ചു ചാട്ടവുമാണ് നമ്മുടെ രാജ്യത്തിലുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം ഇപ്പോൾ ഒരു സാംസങ്ങിൻ്റെ മൊബൈലൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഒരു ആപ്പിളിൻ്റെ മൊബൈൽ യൂസ് ചെയ്ത് എല്ലാം മൾട്ടിനാഷണൽ കമ്പനീസാണ്. ഓക്കെ, നമ്മൾ വോൾസ് വാഗൻ്റെ കാറുകൾ നമ്മൾ റോട്ടിൽ കാണാറുണ്ട്, ബെൻസിൻ്റെ കാറുകൾ കാണാറുണ്ട്. അവർക്കെല്ലാം ഇന്ത്യയിൽ ഫാക്ടറി ഉണ്ട്. അതേപോലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കമ്പനിയായ ടാറ്റ ജാഗ്വാർ എന്നുള്ളൊരു ഇൻ്റർനാഷണൽ കമ്പനിയെ വാങ്ങിച്ചു. ജാഗ്വാർ അറിയാമല്ലോ, കാറുകളിൽ ഏറ്റവും മുന്തിയ കാർ എന്ന് പറയുന്നത് ജാഗ്വാർ. ഒരു ജാഗ്വാറിൻ്റെ ചിത്രമൊക്കെ ഉണ്ടാവും, ഒരു കടുവ ചാടുന്ന ചിത്രം. കടുവയല്ല, ഒരു ജാഗ്വാർ. ഓക്കെ, അതേപോലെ ലാൻഡ് റോവർ എന്നുള്ള മൾട്ടിനാഷണൽ, ദ മീൻസ് ലോകത്തിൽ അറിയപ്പെടുന്ന കമ്പനികളെല്ലാം ഓട്ടോമൊബൈൽ കമ്പനിയെല്ലാം ഇപ്പോൾ ടാറ്റയുടെ അണ്ടറിലാണ് ഉള്ളത്. ഓക്കെ, ദ മീൻസ് ഇന്ത്യൻ കമ്പനികൾ വിദേശത്ത് നിക്ഷേപിക്കാനും വിദേശ രാജ്യത്തിനുള്ള കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപിക്കാനും ഉള്ള അവസരമെല്ലാം ഉണ്ടാക്കിയത് 1991 ഈ വലിയ മാറ്റമാണ്. ഓക്കെ, so liberalization, privatization and globalization are the part of economical reforms followed by the new industrial policy 1991. ഓക്കെ, ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ റീസെൻ്റായിട്ട് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ വന്ന ഡിമോണിറ്റൈസേഷൻ എന്ന ഒരു എക്കണോമിക്കൽ റിഫോമിനെ കുറിച്ചാണ്. ഓക്കെ, ഡിമോണിറ്റൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ രാജ്യത്ത് റീസെൻ്റ് ആയിട്ടുണ്ടായ ഒരു എക്കണോമിക്കൽ റിഫോമാണ് ഡിമോണിറ്റൈസേഷൻ സ്കീം. 2016 നവംബർ 8 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിക്ലെയർ ചെയ്തു, ഇന്ത്യയിൽ സർക്കുലേഷനിലുള്ള ഉയർന്ന മൂല്യത്തിലുള്ള കറൻസികളായിരുന്ന 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ അസാധുവാക്കി. 2016 നവംബർ 8 ശേഷം ഈ 500-ൻ്റെയും 1000-ൻ്റെയും കറൻസികൾക്ക് വാല്യൂ ഇല്ല എന്നും ജനങ്ങളുടെ കയ്യിലുള്ള ആ കറൻസികൾ ബാങ്കിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടി സർക്കാർ പറഞ്ഞു. സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിട്ടത് ബ്ലാക്ക് മണി, ടാക്സുകൾ കൊടുക്കാതെ ജനങ്ങൾ കയ്യിൽ സൂക്ഷിച്ച പൈസ ബാങ്കിലേക്ക് കൊണ്ടുവരികയും അത് ടാക്സ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയുമാണ് സർക്കാർ ഉദ്ദേശിച്ചത്. അതേപോലെ ഒരു ക്യാഷ്ലെസ് എക്കണോമി കൊണ്ടുവരാനുള്ള ഒരു എല്ലാം പർപ്പസിലോടുകൂടിയാണ് 2016 നവംബർ 8 സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിമോണിറ്റൈസേഷൻ സ്കീം കൊണ്ടുവന്നത്. ആ ഡിമോണിറ്റൈസേഷൻ സ്കീമിൽ എന്താ സംഭവിച്ചത്? 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ അസാധുവാക്കി. ഓക്കെ, അതിൽ വന്ന മാറ്റം എന്തായിരുന്നു? ഡിക്ലൈൻ ഇൻ ക്യാഷ് ട്രാൻസാക്ഷൻ, പണമിടപാടുകളിൽ വലിയ കുറവുകളുണ്ടായി. ബാങ്ക് ഡെപ്പോസിറ്റുകൾ കൂടി. ഇൻക്രീസ് ഇൻ ഫിനാൻഷ്യൽ സേവിങ്സ്, ബാങ്കുകളിലേക്ക് പൈസകൾ ചാനലൈസ് ചെയ്യപ്പെട്ടു. പ്രൈവറ്റ് വെൽത്ത്, സ്വകാര്യ കയ്യിലുള്ള സ്വത്തുകളെല്ലാം ജനങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങി. അതേപോലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ വലിയ മാറ്റങ്ങൾ വന്നു. ഈ സ്പെക്കുലേറ്റഡ് ആയിട്ട് ഊഹക്കച്ചവടത്തിലൂടെ ഉയർന്നു വന്ന റിയൽ എസ്റ്റേറ്റ് വാല്യൂ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു. പൊതുജനങ്ങളുടെ സമ്പത്തിനൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ എക്കണോമി ഡിജിറ്റലൈസ് ആയിട്ട് മാറി. റിയൽ എസ്റ്റേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രൈസ് എല്ലാം കുറഞ്ഞു. അതേപോലെ ഇൻകം ടാക്സ് കളക്ഷൻ്റെ റേറ്റും കൂടി. ഇതെല്ലാമാണ് സർക്കാരിന് ഡിമോണിറ്റൈസേഷൻ സ്കീമിലൂടെ ഉണ്ടായ നേട്ടങ്ങൾ. ജനങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ സമയത്തിൽ അനുഭവിച്ചു, അത് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് കയ്യിലുള്ള കറൻസികൾ പെട്ടെന്ന് പിൻവലിക്കുന്നതിലൂടെ ജനങ്ങൾ വലിയ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി ബാങ്കുകളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ. അതേപോലെ ATMകളിലും ജനങ്ങളുടെ ക്യാഷ് സർക്കുലേഷൻ, രാജ്യത്ത് 85% സർക്കുലേഷനിലിരുന്ന കറൻസിയാണ് ഒരു ദിവസം കൊണ്ട് പിൻവലിച്ചത്. സോ അതിൻ്റെതായ ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളെല്ലാം ജനങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. എന്തായാലും അതൊരു നല്ല പർപ്പസിന് വേണ്ടി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. സോ ഈ ഒരു എക്കണോമിക്കൽ റിഫോമും കൂടി നമ്മുടെ
സിലബസിലുണ്ട് ഏത് ഡിമോണിറ്റൈസേഷൻ സ്കീം. അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇതൊരു ജനറൽ ടോപ്പിക്കാണ്, എക്കണോമിക്സ് ബേസ്ഡ് ആണ്. ബട്ട് ഇത് അറിഞ്ഞിരിക്കണം. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ 5 പാർട്ടുണ്ട് എന്ന് പറഞ്ഞു. 5 എൻവയോൺമെൻറ്റ് ചേർന്നതാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അതിൽ എക്കണോമിക് എൻവയോൺമെൻ്റ് ആണ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത്. നിങ്ങൾ നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.